എൻ്റെ പേര് നൗഷാദ്. എനിക്ക് 32 വയസ്സുണ്ട്. ഏകദേശം 8 വർഷത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. 8 വർഷം ഒരേ ജോലി, ഒരേ മുറി, ഒരേ റൂട്ടീൻ. രാവിലെ ജോലി, വൈകുന്നേരം റൂം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. നാട്ടിലെത്തിയപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത്, ഇനി എന്തു ചെയ്യും? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പണം മുഴുവൻ ചെലവാക്കാനും പറ്റില്ല. വീണ്ടും ഗൾഫിലേക്ക് പോകാൻ മനസ്സും അനുവദിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വാഹനങ്ങളോട് ചെറിയൊരു താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഓട്ടോ വാങ്ങി ഓടിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു ദിവസം വൈകുന്നേരം എൻ്റെ സുഹൃത്ത് സലീം വിളിച്ചു. നൗഷാദേ, ഒരു ഓട്ടോ വിൽക്കാനുണ്ട്. പുതിയതാണോ? അല്ല, പഴയതാണ്. പക്ഷേ നല്ല കണ്ടീഷനാണ്. എത്രയാണ് വില പറയുന്നത്? അവൻ പറഞ്ഞ വില കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഒന്ന് വന്ന് കാണാം. അടുത്ത ദിവസം വൈകുന്നേരം ഞാൻ അവൻ്റെ കൂടെ പോയി. ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഓട്ടോ. ഒരു പഴയ ബജാജ് റീ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കറുപ്പും മഞ്ഞയും നിറം. ബോഡിയിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. സീറ്റ് പുതിയതുപോലെയാണ്. ടയറും നല്ലതാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശബ്ദം വളരെ സ്മൂത്ത്. ഞാൻ ഓടിച്ചു നോക്കി. ഹാൻഡിൽ നല്ലതാണ്. ബ്രേക്കും ഓക്കെ. വാഹനം എനിക്കിഷ്ടപ്പെട്ടു. ഓണർ പറഞ്ഞു, വണ്ടി നല്ലതാണ്. കുറച്ച് പഴയതാണെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് വിൽക്കുന്നത്? അയാൾ പറഞ്ഞു, വേറെ വാഹനം എടുത്തു, അത്രമാത്രം. ഞാൻ അധികം ചോദിച്ചില്ല. പണം കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്തു. ഓട്ടോ എൻ്റെ പേരിലായി. അന്ന് രാത്രി ഞാൻ ഓട്ടോ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. അത് നോക്കി നിന്നപ്പോൾ ഒരു സന്തോഷം തോന്നി. ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യമായി എൻ്റേതായ ഒരു വാഹനം. അടുത്ത ദിവസം രാവിലെ മുതൽ ഓടിക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെ 6:30 എഴുന്നേറ്റു. കുളിച്ച് ചായ കുടിച്ച് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യ ദിവസം തന്നെ നല്ല ഓട്ടം കിട്ടി. സ്കൂൾ കുട്ടികളും ഹോസ്പിറ്റൽ യാത്രക്കാരും മാർക്കറ്റും പിന്നെ കുറച്ച് ഷോർട്ട് ട്രിപ്സും. അങ്ങനെ ആ ദിവസം പോയി. വൈകുന്നേരം 8 മണിയോടെ വീട്ടിലെത്തി. ആദ്യ ദിവസം ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കുറച്ച് ദിവസം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി. ഞാൻ പതുക്കെ ഓട്ടോയുടെ റൂട്ട് സെറ്റ് ചെയ്തു. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ. അതിനുശേഷം വീട്ടിലേക്ക്. പക്ഷേ ആദ്യത്തെ സംഭവം 5-ാം ദിവസം രാത്രിയായിരുന്നു. അന്ന് കുറച്ച് വൈകിയാണ് ഓട്ടം തീർന്നത്. സമയം ഏകദേശം 10:45. ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരു ചെറിയ ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ വശത്തൊരാൾ കൈ കാണിച്ചു. ഞാൻ ഓട്ടോ നിർത്തി. ഒരു പുരുഷൻ, വെള്ള ഷർട്ടും ഡാർക്ക് കളർ മുണ്ടും. കയ്യിലൊരു ചെറിയ ബാഗുണ്ട്. അയാൾ ചോദിച്ചു, ചേട്ടാ, അടുത്തുള്ള പള്ളിക്ക് പോകുമോ? പോകാം. അയാൾ കയറി. ഞാൻ ഓട്ടോ എടുത്തു. അയാൾ പിന്നിൽ ഇടതുവശത്ത് കയറിയിരുന്നു. ഞാൻ മിററിൽ നോക്കി. അയാൾ തല താഴ്ത്തിയിരിക്കുന്നു. ഏത് പള്ളിയാ? മുന്നോട്ട് പോയാൽ മതി. ഞാൻ വണ്ടി ഓടിച്ചു. 5 മിനിറ്റ്, 10 മിനിറ്റ്. ഞാൻ വീണ്ടും ചോദിച്ചു, ഇനി എവിടെയാണ് ഇറങ്ങേണ്ടത്? മറുപടിയില്ല. ഞാൻ മിറർ നോക്കി. പിന്നിലെ സീറ്റ് കാലി. ഞാൻ ഉടനെ ബ്രേക്ക് പിടിച്ചു. ഓട്ടോ റോഡിൻ്റെ വശത്ത് നിർത്തി. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആരുമില്ല. ഡോറ് തുറന്നു കിടക്കുന്നു. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കടന്നു. ഇയാൾ എപ്പോഴാണ് ഇറങ്ങിയത്? ഞാൻ റോഡ് മുഴുവൻ ഓർത്തു നോക്കി. ഒരു സ്ഥലത്തും ഓട്ടോ നിർത്തിയിട്ടില്ല. ഞാൻ വീണ്ടും മിറർ നോക്കി. സീറ്റിൽ ഒരു ചെറിയ നനഞ്ഞ പാട്. ആരോ നനഞ്ഞ വസ്ത്രമായി അവിടെ ഇരുന്നത് പോലെ. അന്ന് രാത്രി ഞാൻ ഓട്ടോ നേരെ വീട്ടിലെത്തിച്ചു. ആ സംഭവം ഞാൻ ആരോടും പറഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ സീറ്റ് പരിശോധിച്ചു. പാടൊന്നുമില്ല. ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ തെറ്റായി കണ്ടതായിരിക്കാം. അങ്ങനെ ആ വിഷയം വിട്ടു. പക്ഷേ അടുത്ത ദിവസം രാത്രി വീണ്ടും അതേ സമയം 10:45.
എൻ്റെ ഓട്ടോയിൽ പാസഞ്ചേഴ്സ് ഇല്ല. ഞാൻ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. പെട്ടെന്ന് പിന്നിലെ സീറ്റിൽ നിന്ന് ചെറിയൊരു ചുമ. ഞാൻ മിററിൽ നോക്കി, ആരുമില്ല. ഞാൻ ഓട്ടോ നിർത്തി പിന്നിലേക്ക് തിരിഞ്ഞു. സീറ്റ് കാലി. എന്താ ഇതിങ്ങനെ? ഞാൻ വീണ്ടും ഓട്ടോ ഓടിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് വീണ്ടും. ചേട്ടാ. ഞാൻ ബ്രേക്ക് പിടിച്ചു. ഓട്ടോ പെട്ടെന്ന് നിന്നു. ഞാൻ തിരിഞ്ഞു നോക്കി, ആരുമില്ല. എൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. അന്ന് രാത്രി വീട്ടിലെത്തിയ ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഓട്ടോയുടെ ശബ്ദമല്ല, പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദമാണ് എൻ്റെ മനസ്സിൽ. ചേട്ടാ. ആ ശബ്ദം ഒരു പാസഞ്ചറിൻ്റെ ശബ്ദം പോലെയായിരുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഞാൻ സലീമിനെ വിളിച്ചു. നീ തന്ന ഓട്ടോക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അവൻ ചിരിച്ചു. എന്ത് പ്രശ്നം? രാത്രിയിലെന്തെങ്കിലും? അവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, എനിക്കറിയില്ല. ഓണറിനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഫോൺ വെച്ചു. എനിക്ക് തോന്നി ഓട്ടോയിലെ മെക്കാനിക്കൽ പ്രോബ്ലം വല്ലതുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മെക്കാനിക്കിനെ കാണിക്കാൻ തീരുമാനിച്ചു. മെക്കാനിക്ക് എല്ലാം പരിശോധിച്ചു. എൻജിനും ബാറ്ററിയും വയറിങ്ങും ഹോണും സ്റ്റാർട്ടറും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനവും അയാൾ പരിശോധിച്ചു. അവസാനം അയാൾ പറഞ്ഞു, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, പിന്നിൽ നിന്ന് ശബ്ദം വരാൻ സാധ്യതയുണ്ടോ? അയാൾ ചിരിച്ചു. എൻജിൻ്റെ സൗണ്ടാണോ? അല്ല, ഞാൻ സംഭവിച്ചത് പറഞ്ഞില്ല. അയാൾ പറഞ്ഞു, വണ്ടി പഴയതാണെങ്കിലും നല്ല കണ്ടീഷനാണ്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു. അന്ന് മുതൽ ഞാൻ രാത്രി 10 മണിക്ക് ശേഷം ഓട്ടം നിർത്തി. പക്ഷേ ഒരു ദിവസം അത്യാവശ്യമായ ഒരു പാസഞ്ചറിനെ കിട്ടി. രാത്രി 11:20 ഒരു യുവാവ് കൈ കാണിച്ചു. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ. ഞാൻ ആദ്യം വേണ്ടെന്ന് കരുതി. പക്ഷെ അയാൾ പറഞ്ഞു, അമ്മ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഓട്ടോ നിർത്തി. അയാൾ കയറി. ഏത് ഹോസ്പിറ്റൽ? നേരെ പോകൂ, ഞാൻ പറയാം. ഞാൻ ഓട്ടോ എടുത്തു. കുറച്ചു ദൂരം പോയപ്പോൾ പിന്നിൽ നിന്ന് അയാൾ പറഞ്ഞു, ചേട്ടാ. എന്താ? ഈ ഓട്ടോ പുതിയതാണോ? അതെ, കുറച്ച് ദിവസമായി എടുത്തിട്ട്. അയാൾ ചിരിച്ചു. നല്ല വണ്ടിയാണല്ലോ. ഞാൻ മിററിൽ നോക്കി. അയാൾ എന്നെ നോക്കി ചിരിക്കുന്നു. അവൻ്റെ മുഖം സാധാരണ. എനിക്ക് ആശ്വാസം തോന്നി. കുറച്ച് ദൂരം കൂടി. അയാൾ പറഞ്ഞു, ഇവിടെ നിർത്തൂ. ഞാൻ ഓട്ടോ സൈഡിൽ നിർത്തി. അയാൾ ഇറങ്ങി പണം കൊടുത്തു. ബാക്കി വേണ്ട. അയാൾ നടന്നു പോയി. ഞാൻ ഓട്ടോ വീണ്ടും എടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ വണ്ടി സൈഡിൽ നിർത്തി കോൾ എടുത്തു. അത് ഒരു സ്ത്രീയുടെ ശബ്ദം. ചേട്ടാ, നിങ്ങളിപ്പോൾ ഓടിച്ച ഓട്ടോ? അതെ. അത് നിങ്ങളുടേതാണോ? അതെ. ഇപ്പോൾ അതിൽ ആരെങ്കിലും യാത്ര ചെയ്തിരുന്നോ? എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അതെ. ആരാണ്? ഒരു ഹോസ്പിറ്റൽ പാസഞ്ചർ. അവൾ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഓട്ടോയുടെ പിന്നിൽ എൻ്റെ മകനെ കണ്ടു. ഞാൻ ഞെട്ടി. എന്ത്? ഞാൻ വഴിയരികിൽ നിന്നിരുന്നു. നിങ്ങളുടെ ഓട്ടോ കടന്നു പോകുമ്പോൾ അവളുടെ ശബ്ദം വിറച്ചു. പിന്നിലെ സീറ്റിൽ എൻ്റെ മകൻ ഇരിക്കുന്നത് പോലെ തോന്നി. നിങ്ങളുടെ മകൻ ആരാണ്? അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പകരം കോള് കട്ട് ചെയ്തു. ആ രാത്രി ഞാൻ ഓട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് ഗ്യാരേജിലിട്ട് പൂട്ടി. അടുത്ത ദിവസം മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി രാത്രി ഓട്ടമില്ല, പകൽ മാത്രം. അങ്ങനെ 2 ആഴ്ച പോയി. ഒന്നും സംഭവിച്ചില്ല. എനിക്ക് തോന്നി എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷെ ഒരു രാത്രി വീട്ടിൽ കിടക്കുമ്പോൾ ഓട്ടോയുടെ ഹോൺ. ഞാൻ എഴുന്നേറ്റു. വീണ്ടും. ഞാൻ ജനലിലൂടെ നോക്കി. ഓട്ടോ ഗ്യാരേജിൽ തന്നെ ഉണ്ട്. ഞാൻ താഴേക്ക് പോയി ഗ്യാരേജ് തുറന്നു. ഓട്ടോ അവിടെ ഉണ്ട്. എൻജിൻ ഓഫാണ്. കീ എൻ്റെ മേശപ്പുറത്തുമാണ്. ഞാൻ ഓട്ടോയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ പിന്നിലെ സീറ്റിൽ നിന്ന് ഒരു ചെറിയ കറുത്ത പേഴ്സ് കിട്ടി. അത് എൻ്റേതല്ല. ഞാനതെടുത്തില്ല, അവിടെ തന്നെ വെച്ചു. അടുത്ത ദിവസം രാവിലെ വീണ്ടും നോക്കിയപ്പോൾ ആ പേഴ്സ് അവിടെ ഇല്ല.
അന്നു മുതൽ ഞാൻ ആ ഓട്ടോയെ പേടിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് വെറും മനസ്സിൻ്റെ തോന്നലാണ്. അതിനാൽ ഞാൻ വീണ്ടും ഓട്ടം തുടങ്ങി. പകൽ ഒരു ദിവസം വൈകുന്നേരം 6 മണിക്ക് ഒരു വയസ്സായ സ്ത്രീ ഓട്ടോയിൽ കയറി. മോളെ, അവൾ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവൾ എന്നെ നോക്കി പറഞ്ഞു, ഈ ഓട്ടോ എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ പറഞ്ഞു, പഴയ ഓട്ടോയാണ്. അവൾ പിന്നിലെ സീറ്റിൽ നോക്കി പെട്ടെന്ന് പറഞ്ഞു, ഇവിടെ ആരോ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൈ സ്റ്റിയറിംഗ് മുറുകി. ആരാ? അവൾ പറഞ്ഞു, എനിക്ക് കാണാം. ഞാൻ മിററിൽ നോക്കി. ആരുമില്ല. അവൾ ഉടനെ ഓട്ടോ നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തി. അവൾ ഇറങ്ങുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. മോനെ, ഈ വണ്ടി വിറ്റ് കളഞ്ഞേക്ക്. അത് കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒരു തണുപ്പ്. എന്തുകൊണ്ട്? അതിന് ആ സ്ത്രീ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സ്ത്രീ നടന്നുപോയി. ആ രാത്രി ഞാൻ തീരുമാനിച്ചു, ഓട്ടോ ഉടനെ വിൽക്കണം. അടുത്ത ദിവസം തന്നെ ഒരു ബയ്യറിനെ കണ്ടെത്തി. അവൻ വന്ന് ഓട്ടോ പരിശോധിച്ചു. വണ്ടി എടുക്കാം. ഞാൻ പറഞ്ഞു, ശരി. അവൻ ടെസ്റ്റ് ഡ്രൈവ് പോകാൻ ഓട്ടോ എടുത്തു. ഞാൻ റോഡരികിൽ നിന്നു. 5 മിനിറ്റ്, 10 മിനിറ്റ്. അവൻ തിരിച്ചു വന്നില്ല. ഞാൻ ഫോൺ വിളിച്ചു. കോളും എടുത്തില്ല. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഓട്ടോ തിരിച്ചു വന്നത്. അയാൾ ഇറങ്ങി. അയാളുടെ മുഖമാകെ മാറിയിരുന്നു. എന്തു പറ്റി? ഞാൻ ഈ വണ്ടി എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവനൊന്നും പറഞ്ഞില്ല. പിന്നീട് ചോദിച്ചു, നിങ്ങൾക്ക് പിന്നിൽ ആരോ ഇരിക്കുന്നതായി തോന്നാറുണ്ടോ? എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ പോയി. അവസാനം ഞാൻ ഓട്ടോ വളരെ കുറഞ്ഞ വിലക്ക് മറ്റൊരാൾക്ക് വിറ്റു. പേര് ട്രാൻസ്ഫർ ചെയ്തു. പണം വാങ്ങി. ആ ദിവസം ഞാൻ ആദ്യമായി ആശ്വാസത്തോടെ ഒന്ന് ഉറങ്ങി. ഓട്ടോ പോയി, ഇനി ഒന്നുമില്ലെന്ന് കരുതി. പക്ഷേ അത് വിറ്റിട്ട് 3 ദിവസം കഴിഞ്ഞ് രാത്രി 10:45 ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. പുറത്ത് ഒരു ഓട്ടോയുടെ ശബ്ദം. ഞാൻ ജനലിലൂടെ നോക്കി. റോഡിലൂടെ ഒരു ഓട്ടോ കടന്നുപോയി. അതെൻ്റെ പഴയ ഓട്ടോ. ഞാൻ ഞെട്ടി. പക്ഷേ അത് നിർത്തിയില്ല. മുന്നോട്ട് തന്നെ പോയി. ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം. ഇത്തവണ ഓട്ടോ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിർത്തി. ഞാൻ ജനലിനരികിലേക്ക് നിന്നു. ഡ്രൈവർ സീറ്റിൽ ഒരാൾ, പിന്നിലെ സീറ്റ് കാലി. ഡ്രൈവർ എന്നെ നോക്കി. പിന്നെ ഒരു ഹോൺ അടിച്ചു. ഞാൻ ജനലടച്ച് കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഓട്ടോ പോയ ശബ്ദം കേട്ടു. അടുത്ത ദിവസം ഞാൻ ആ ഓട്ടോ വാങ്ങി ആളെ വിളിച്ചു. ഓട്ടോ എങ്ങനെയുണ്ട്? അയാൾ പറഞ്ഞു, നല്ലതാണ്. രാത്രിയിൽ ഓടിക്കുന്നുണ്ടോ? ഇല്ല. എന്തു പറ്റി? അവൻ കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, നൗഷാദേ, ഇന്നലെ രാത്രി ഓട്ടോ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു. രാത്രി 10:45 അവൻ പതുക്കെ പറഞ്ഞു. ഓട്ടോയുടെ പിന്നിലെ സീറ്റിൽ ആരോ ഇരുന്ന ശബ്ദം കേട്ടു. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി പോകുന്നത് പോലെ തോന്നി. അവൻ തുടർന്നു. ഞാൻ വാതിൽ തുറന്നു നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തു പറ്റി? അവൻ പറഞ്ഞു. സീറ്റ് നനഞ്ഞിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അവൻ ചോദിച്ചു, നിനക്ക് മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, ഉണ്ട്. അവൻ പറഞ്ഞു, എന്തുകൊണ്ട് നീ എന്നോടിത് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ആ ഓട്ടോ വാങ്ങുമായിരുന്നോ? അതിനുശേഷം ഞാൻ ആ ഓട്ടോയെക്കുറിച്ച് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. ഇന്നും രാത്രി 10:45 കഴിഞ്ഞാൽ ഒരു ഓട്ടോയുടെ എൻജിൻ ശബ്ദം ദൂരത്ത് കേട്ടാൽ എനിക്ക് ആ പഴയ ഓർമ്മയാണ് വരുന്നത്. കാരണം ചില വാഹനങ്ങൾ നമ്മൾ വാങ്ങുന്നതല്ല, അവ നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണ്. അവസാനിച്ചു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.